പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതലെന്നും എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറോപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് IOC സഭ ആദ്യകാലം മുതൽ ഒരു സ്വതന്ത്ര സഭയാണോ? ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. IOC സഭയിലെ കാതോലിക്ക ബാവ ആ സഭ ഒരു സ്വതന്ത്ര സഭയാണെന്നും ആദ്യകാലം മുതൽ തോമാശ്ലീഹായുടെ കാലം മുതൽ അത് സ്വതന്ത്ര സഭയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ് അംഗീകരിക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സഭ എന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ ഒരു മെത്രാപ്പോലീത്ത വേണം. അന്ത്യോഖ്യയുടെ മൂന്നാമത്തെ പത്രീസായിരുന്ന വിശുദ്ധ ഇഗ്നാത്യോസ് ഉറോനോ ബാവ അദ്ദേഹത്തിൻ്റെ 7 റൈറ്റിങ്സിൽ പറയുന്നത് സഭയിലെ ആചാര്യത്വത്തിന് 3 പടികളുണ്ട്: ഷമ്മാശൻ, കാശീശ, എപ്പിസ്കോപ്പ അല്ലെങ്കിൽ മെത്രാൻ. പിന്നെ അത് എടുത്തു പറയുന്നുണ്ട്, ഒരു മെത്രാപ്പൊലീത്ത ഇല്ലെങ്കിൽ അതൊരു സഭയല്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു മെത്രാപ്പൊലീത്തായെ പരിശുദ്ധനായ തോമസ് ലീഹ ഇവിടെ വാഴിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ വന്ന് നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ചു, പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാക്കി. പക്ഷേ അതൊക്കെ ഒരു കൂട്ടായ്മ അല്ലാതെ ഒരു സഭയായിട്ട് അതിനെ പരിഗണിക്കണമെങ്കിൽ മെത്രാപ്പൊലീത്ത വേണം. അപ്പോൾ ഒരു സഭ പോലും ഒന്ന് പറയാൻ പാടില്ലാത്ത അവസ്ഥയിൽ അതൊരു സ്വതന്ത്ര സഭയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പിന്നീട് 345 നായത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ ഒരു മെത്രാനും പട്ടക്കാരൊക്കെ ആയിട്ട് വന്നു. അന്ത്യോഖ്യയിൽ നിന്ന് അന്നത്തെ പരിശുദ്ധ പത്രീസോ വായിച്ച അതൊക്കെ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യകാലം മുതൽ ഇവിടെ അന്ത്യോഖ്യയുടെ നേതൃത്വത്തിലുള്ള പരിശുദ്ധ സഭയാണ് ഇവിടെ നിലനിൽക്കുന്നത്. തോമാസിലെ എന്തുകൊണ്ടാണ് ഒരു മെത്രാപ്പൊലീത്തയെ വാഴിക്കാതിരുന്നത്? അതിനുള്ള അധികാരം പത്രോസിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അറിയാം. പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പത്രോസ് ലീഹ വാഴിച്ച മെത്രാന്മാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായുള്ള പത്രീസ്മാർ വാഴിച്ച കാതോലിക്ക മെത്രാപ്പൊലീത്തയ്ക്കാണ് അധികാരം. അപ്പോഴേ സഭയാകുള്ളൂ. അതൊരു കൂട്ടായ്മ എന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഒന്നിച്ച് ആ കൂട്ടായ്മയിലായിരുന്നു. അന്ന് IOC സഭയൊന്നും വേറെ ഒരു സഭയൊന്നുമില്ല. യാക്കോബായ സഭ എന്ന് പറയാനും പറ്റൂലെങ്കിലും ആ പുരാതന സുറിയാനി സഭ എന്ന് പറയുമ്പോൾ യാതൊരു വിഭാഗീയതയുമില്ലാത്ത കത്തോലിക്കനെന്നോ ഓർത്തഡോക്സ് എന്നോ മാർത്തോമ എന്നോ ഒന്നും അന്ന് പറയാനില്ലാത്ത അന്ത്യോഖ്യയുടെ കീഴിലുള്ള ഒരു പരിശുദ്ധ സഭ കൂട്ടായ്മ. പിന്നെ അത് മെത്രാപ്പൊലീത്തന്മാർ വന്നു തുടങ്ങിയപ്പോൾ സഭയായിട്ട് മാറി. AD 52 ശേഷം ഇവിടെ മെത്രാപ്പൊലീത്തന്മാരുണ്ടായ അന്ത്യോഖ്യയിൽ നയിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ അതിന് വ്യക്തമായ രേഖകളൊന്നുമില്ല. പക്ഷെ 345 ഗ്രായത്തമായ ഒരു മെത്രാനും വന്നൊരു രേഖയുണ്ട്. അന്ന് മുതൽ അന്നുണ്ടായിരുന്ന സുറിയാനി സഭയിലെ അംഗങ്ങൾ
ഈ ക്നായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ വന്ന ആളുകളോട് ചേർന്ന് ഒരു സഭയായി നിന്ന് ആരാധന മുതലായ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ആരംഭിച്ചു. പിന്നെ പട്ടക്കുടകളൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് രേഖ കിട്ടുന്നത് AD 822 അന്നത്തെ പരിശുദ്ധ പത്രികീസ് ബാവായിച്ച മോർ ഷാബോർ എന്നും മോർ അഫ്രോത്ത് എന്നും പേരുള്ള 2 മെത്രാപ്പൊലീത്തന്മാർ മലങ്കരയിൽ വന്നു എന്നുള്ളതാണ്. അവരിവിടെ വന്ന് കായംകുളം, ഉദയംപേരൂർ, അകപ്പറമ്പ്, കൊല്ലത്താണല്ലോ വന്നത്. കൊല്ലം മുതലായ സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചു. അവർ പള്ളികൾ സ്ഥാപിച്ച് ഷാബോറെന്നും അഫ്രോത്തെന്നും പേരുള്ള 2 ഇരട്ട സഹോദരന്മാരുടെ നാമത്തിലാണ് അവർ ആ പള്ളികൾ സ്ഥാപിച്ചത്. ഇപ്പോൾ 9-ാം നൂറ്റാണ്ടിൽ മെസോപ്പൊത്തേമിയ, സിറിയ മുതലായ രാജ്യങ്ങൾ, അറേബ്യയും പെടും അതിനകത്ത്, മുതലായ രാജ്യങ്ങൾ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിലായിരുന്നു എന്ന് ചരിത്രകാരനായ EM ഫിലിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് അകപ്പുറമ്പിൽ വന്ന് 825 മോർ ഷാബോറിൻ്റെയും മോർ അഫ്രോത്തിൻ്റെയും നാമത്തിലുള്ള പള്ളി സ്ഥാപിച്ചു. അങ്ങനെ പല പള്ളികളെ അവർ സ്ഥാപിച്ചു. അന്ന് മുതൽ ഒരു ക്രമീകൃതമായ ഒരു ഭരണക്രമവും, ഭരണക്രമം എന്ന് പറഞ്ഞാൽ ഭദ്രാസനങ്ങളെ തിരിച്ചുകൊണ്ടുള്ള ഭരണക്രമമല്ല, അത് പത്രോസ് പാത്രീസ് ബാവ വന്നപ്പോഴേ ആയുള്ളൂ അവിടെ ഉണ്ടായത്. കാലക്രമേണ ആചാരിച്ച നൽവരങ്ങൾ ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് വേറെ മെത്രാപ്പൊലീത്തയ്ക്ക് വാഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഔദ്യോഗികമായിട്ട് കിട്ടിയിട്ട് വേണം. കമ്മ്യൂണിക്കേഷൻ അന്ന് സാധ്യമല്ല, യാത്രാ സൗകര്യങ്ങൾ സാധ്യമല്ലാത്ത പരിതസ്ഥിതിയിൽ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും 1498 പോർട്ടുഗീസുകാർ വന്നു, പിന്നെ ഫ്രഞ്ചുകാർ വന്നു, ആകെ ഇവിടെ വിഷയങ്ങളൊക്കെ ആയി. അന്ന് അന്ത്യോക്യ പത്രികീസിൻ്റെ കീഴിലുള്ള ഒരു സഭ ഇവിടെ ഉള്ളൂ, വേറെ ഒരു സഭയില്ല. കത്തോലിക്ക ബാവ അങ്ങനെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവരെ റോമാനവത്തിന് ആക്കാൻ നോക്കിയ പോർട്ടുഗീസുകാർ ഒരു സുന്നോദോസ് വിളിച്ചു കൂട്ടി. ഉദയംപേരൂർ 1599 വിളിച്ചത്. അത് വിളിച്ചു കൂട്ടിയിട്ട് മെനസീസാണ്, ഗോവയിലെ മെനസീസ് മെത്രാപ്പൊലീത്ത. അന്ന് നമുക്ക് 12 പേര് കൂടി വാഴിച്ച ഒരു അർക്കദിയാക്കോൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം ശക്തമായിട്ട് നിന്നു നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ. പല ദണ്ഡനങ്ങളും പീഡകളും ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഉദയംപേരൂർ സുന്നതോസിൽ നിന്ന് അങ്കമാലി അപ്പുറം ഭാഗങ്ങളിൽ നിന്നും ആ യോഗത്തിൽ വന്ന് സംബന്ധിച്ചായി രേഖകളുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണവന്മാർ പറഞ്ഞറിവാണ്. അതിൽ ചിലർ ഒപ്പിട്ടു, ചിലർ ഒപ്പിടാതെ, മിനിറ്റ്സിൽ ഒപ്പിടാതെയൊക്കെ പോന്നിട്ടുണ്ട്. അവിടെ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അകത്തുള്ള ബാവായി അയച്ചു, ഒരു ബാവായെ കടലിൽ കെട്ടിത്താഴ്ത്തി. അതോടുകൂടി ആളുകൾ കൂനും കുരിശ് സത്യത്തിനിടയായത് നമുക്കറിയാം. മെനസീസ് പുസ്തകങ്ങളൊക്കെ കത്തിച്ച് കളിച്ചു നമ്മൾ, അതും അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, അർക്കദിയാക്കോനെ മെത്രാനായിട്ട് വഴിക്കുന്നത് 1665 വന്ന പരിശുദ്ധ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് പത്രീസ് ബാവ തിരുവനന്തപുരമാണ്. ഇദ്ദേഹം യെരുശലേമിൻ്റെ പാത്രീസ് ആയിരുന്നു, 5ാമത്തെ പാത്രിയർക്കീസ്. അദ്ദേഹമാണ് പിന്നെ ഈ 1-ാം മാർത്തോമയെ അവിടെ വാഴിക്കുന്നത്. അങ്ങനെ പിന്നെ മാർത്തോമകൾ അങ്ങനെ ഉണ്ടായി. 2-3 അദ്ദേഹം വാഴിച്ച് പിന്നെ വേറെ വാഴിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സഭയുടെ
പിന്തുടർച്ച കിടക്കുന്നത്. ആദ്യകാലം മുതലേ ഈ സഭ സ്വതന്ത്ര സഭയാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. സ്വതന്ത്ര സഭയാണ്. നിങ്ങൾക്ക് പരമാധികാരം ഉണ്ടെങ്കിൽ തോമാസ് ലിയായ്ക്കന് ഒരു സിംഹാസനം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയാ നിക്കാസോനോദോസോ ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ 1912 നിങ്ങൾ എന്തിനാണ് മുടക്കപ്പെട്ട അബ്ദുൽ മിഷിയ പത്രാരിസിന് കൊണ്ടുവന്ന് കാതോലിക്കൊക്കെ സ്ഥാപിച്ചത്? 1912 മുതൽ നിങ്ങൾ സ്വതന്ത്ര സഭയാണെന്നൊക്കെ പറഞ്ഞു വന്നു. ലോകം അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും പിന്നെ 1934 ഭരണഘടന ഉണ്ടാക്കി. ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ട് കക്ഷികളുണ്ടാകുന്നത് തന്നെ 1911 അത്ര കക്ഷി ഭാവകക്ഷി. അതിനു മുമ്പ് കക്ഷികൾ പോലുമില്ല. പട്ടശ്ശേരി തിരുമേനി മുതൽ പാത്രാർക്കീസ് ബാവയുടെ കയ്യിൽ നിന്നും പട്ടത്ത് മേടിച്ചിട്ട് വന്നതാണ്. 1912 നിങ്ങൾ അബ്ദുൽ മിഷിഹായെ കൊണ്ടുവന്ന് സ്വതന്ത്ര സഭയാക്കിയെന്ന് പറയുന്നു. ലോകം അത് വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. കാരണം മുടക്കോട്ട ഒരു പാത്രീസാണ്. പട്ടം കൂടെ ശുശ്രൂഷ ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായ ഒരു ബോധ്യം ആർക്കും ഇല്ല. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ് ഞങ്ങളെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പലർക്കും ഇപ്പോൾ തെറ്റായ ധാരണകളാണ് അതിനകത്തുള്ളത്. AD 325 നിക്ക മുതലായ 3 പൊതു സിനോദോസുകൾ, നിക്ക, കുസ്തുന്തിനോപ്പോലിസ്, എഫീസസ്, ഈ 3 പൊതു സിനോദോസുകളിലെ തീരുമാനങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്നവർ മാത്രമേ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെന്ന് പറയുള്ളൂ. ആ സഭകളിലെ സുപ്രീം ഹെഡ് മാത്രമേ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ യോഗങ്ങളെ സംബന്ധിക്കുകയുള്ളൂ. IOC സഭയിലെ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ നമ്മുടെ പരിശുദ്ധ പാത്രീസ് ബാവയുടെ കൂടെ ഇരുന്ന് ഒരു യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളാണെന്ന് ആ യോഗം എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത്, പരിശുദ്ധ പാത്രീസ് ബാവയുടെ അടുത്ത് ഒരു തിരുമേനി വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കുന്നതിന് അവർ തമ്മിൽ സംസാരിച്ചു. അതുകൊണ്ട് പരിശുദ്ധ പാത്രീസ് ബാവയും പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയും 2 തലവന്മാരാണെന്ന് ആരും പറയില്ല, പറയാൻ സമ്മതിക്കില്ല. എന്നാത്തല്ലേ ഈ സഭയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പിന്നെ ഒരിക്കലും അതില്ല. ചിലരീടെ പറഞ്ഞു പ്രാദേശിക തലവനും ആ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ ഒരു കസേര ഉണ്ടെന്ന്. ഒരിക്കലുമില്ല. നമ്മുടെ പരിശുദ്ധ പാത്രീസ് ബാവയും നമ്മുടെ കാതോലിക്ക ബാവയും അവിടെ നിന്ന് 2 കസേരകൾ ഇരിക്കുകയാണെങ്കിൽ അത് 2 സഭയായിട്ട് മാറും. നമ്മുടെ സഭയ്ക്ക് ഒരു സുപ്രീം ഹെഡേ ഉള്ളൂ, അത് പരിശുദ്ധ പാത്രീസ് ബാവയാണ്. അന്ത്യോക്യയിലെ പരിശുദ്ധ പാത്രീസ് ബാവയാണ്. അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല. കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക പുണ്യസുലേഖനായ ആബോർമാർ വെസൂലോസ് പ്രഥമൻ ബാവ തിരുമനസുണ്ടോ? അതിന് മുമ്പുണ്ടായ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തിരുമനസുണ്ടോ? ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ പരിശുദ്ധ പാത്രീസ് ബാവയോടൊപ്പം ഇരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അവർ പോയിട്ടുണ്ടാവില്ല. കാരണം ആ സഭയുടെ പരമോന്നത തലവന് മാത്രമേ അവിടെ അധികാരമുള്ളൂ. അതല്ലാണ്ട് പ്രാദേശിക തലവന്മാർക്ക് അവിടെ അധികാരമില്ല, അവർക്ക് അവിടെ കസേരയില്ല. സിറിയൻ ഓർത്തഡോക്സ് സഭയുണ്ട്, കോപ്റ്റിക് സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, അർമേനിയൻ ഓർത്തഡോക്സ് സഭയുണ്ട്, എരിത്രിയൻ ഓർത്തഡോക്സ് സഭയുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ എങ്ങനെ വന്നാലും ആരുണ്ടായാലും ഈ 3 പൊതു സിനോദോസുകളിൽ നിക്ക മുതലായ 3 പൊതു സിനോദോസുകളിലെ തീരുമാനങ്ങൾ ഒന്നും വിടാതെ അപ്പാടെ അംഗീകരിക്കുന്നവന് മാത്രമേ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ എന്ന പേരിന് അർഹതയുള്ളൂ.
ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് ഉണ്ട്, ഈസ്റ്റേൺ സഭകൾ വേറെ ഉണ്ട്. ഈസ്റ്റേൺ സഭകളിൽ മിക്കതും കർത്താവിൽ ഒരാളും രണ്ട് സ്വഭാവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ മുതലായ സഭകളൊക്കെ അവരൊന്നും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളല്ല. 1876 പരിശുദ്ധ പത്രോസ് പത്രിക്കസ് തൃതീയൻ ബാബ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്നാണ് സഭയിലൊരു ക്രമീകരണം ഉണ്ടാക്കിയത്. അപ്പോഴും IOC സഭയില്ല, അത് സ്വതന്ത്ര സഭയല്ല. മാർത്തോമാക്കാർ പിരിഞ്ഞുപോയി. പിന്നെ അന്നത്തെ പുലിക്കോട്ടിൽ തിരുമേനി പാവായുടെ പടഞ്ഞൊക്കെ നിന്നു. അതൊന്നും വില പോയില്ല. സംഗതി പെശകാണെന്നവരാണ് നമ്മുടെ സത്യവിശ്വാസം നിലനിൽക്കാൻ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടെന്ന് മനസ്സിലാക്കി ബാവ പള്ളികളൊക്കെ അന്ത്യോക്യ പത്രീസിൻ്റെ കീഴിലേക്ക് എഴുതിത്തരാൻ പറഞ്ഞു. അത് ശരിയാണോ? എല്ലാവരും എഴുതി കൊടുത്തൂല. അന്ന് അത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു ഭരണവും ഉണ്ടാവില്ല, സത്യവിശ്വാസത്തോടെ ഉണ്ടാവില്ല. ഇപ്പം സത്യവിശ്വാസത്തിൽ ഞങ്ങൾ നിലനിൽക്കുന്നുവെന്ന് മത്തറാകക്ഷിക്കാർ പറയുകയും അതേസമയം ഞങ്ങൾ സ്വതന്ത്ര സഭയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിക്കാ സുന്നതോസിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. അത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാലത്തും IOC സഭ അല്ലെങ്കിൽ മെത്രാൻ കക്ഷി സഭ ഒരിക്കലും ഒരു സ്വതന്ത്ര സഭയായി നിലനിന്നിട്ടില്ല. 72 കാതോലിക്ക സിംഹാസനമുണ്ട്, തോമാസിലേക്ക് സിംഹാസനമുണ്ടെന്നൊക്കെ പറഞ്ഞു പ്രതിസന്ധികളുണ്ടാക്കി. അതൊന്നും വില പോയില്ല. കോടതി പോലെ അത് ആലങ്കാരിയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും കോടതികളിൽ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചൊവ്വാഴ്ച ഈ സെമിനൻസ് ജോസഫ് മാർ ഗരിഗോരോസ് അത്ര പോലെ തിരുമനസ്സുകൊണ്ട് കാതോലിക്കായി വാഴിക്കപ്പെടുകയാണ്. വാഴിക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞു കാതോലിക്ക ബാവ പരിശുദ്ധ പത്രീസ് ബാവയ്ക്ക് കത്തൊക്കെ കൊടുത്തേക്കാണ്. വേറെ സമയങ്ങളൊന്നും ഉണ്ടായിട്ട് ഇപ്പോഴും കൊടുത്ത്. അതിന് സാരാംശം എങ്ങനെയാണ്? അതിനു മുമ്പത്തെ പറയുന്നുണ്ട്, ഇതിന് പരിശുദ്ധ പത്രീസ് ബാവ ഇടണം, വാഴിക്കാൻ വേറെ ആളെ വാഴിക്കരുത്. സുപ്രീം കോടതിയുടെ ലംഘനമാണ്, കോടതി വിധിയുടെ ലംഘനമാണ്. നിങ്ങളെന്നെ പറഞ്ഞു ഇപ്പം ദൈവം പറയിപ്പിച്ചത് രണ്ട് സഭകളാണ്. പിന്നെ ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ കാതോലിക്ക വാഴിക്കുന്നതിന് എന്താ നിയമമാണ്? നിയമതടസ്സമൊന്നുമില്ല. അങ്ങ് എന്താ വിചാരിച്ചിരുന്നത്? ഇപ്പോൾ പാത്രീസ് ബാവയോടാണ് പറഞ്ഞാൽ, അതിൽ പാത്രീസ് ബാവ ഇടപെട്ടാൽ മക്കളെ നിങ്ങളൊക്കെ IOC കാതോലിക്കയുടെ കീഴിലിരുന്നോ, എനിക്കവിടെ അധികാരമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല, നിങ്ങൾ സമാധാനമായിട്ട് അവിടെ നിന്ന് ഒരു സഭയായിട്ട് പൊക്കുമെന്ന് പറയുമെന്നാണ് അങ്ങ് വിചാരിച്ചത്. അങ്ങനെയാണ് അങ്ങ് വിചാരിച്ചത്. പരിശുദ്ധ പത്രീസ് ബാവയുടെ ആത്മീയ മക്കളെ സത്യവിശ്വാസത്തിൽ പിന്മാറാൻ ഒരപ്പനും ആഗ്രഹിക്കില്ല, പറയില്ല. പരിശുദ്ധ പത്രീസ് ബാവ ഇവിടെ വന്ന് പറയില്ല, ഒരാളെങ്കിലും എൻ്റെ കീഴിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്ത്യോക്യയുടെ കീഴിലുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും, ആ സഭ ഇവിടെ ഉണ്ടാകുമെന്നാണ്. ഒരാളെങ്കിൽ പോയിട്ട് ഒരാളെ പോലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. 19 പള്ളികൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പ്രതിനിധികളെ വിടുന്നതിന് നിങ്ങൾ അപ്പോഴും എതിർക്കാണ്. വെല്ലുവിളികളാണ്. ഭരണത്തെയും ഭരണകക്ഷിയെയും പ്രതിപക്ഷ കക്ഷിയൊക്കെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയുടെ അർത്ഥം എന്താ? തോൽവിയുടെ പടുകുഴിയിലേക്ക് വീണു പോകുന്നതിൻ്റെ ലക്ഷണം ഇങ്ങനെ അസ്വസ്ഥത കൊണ്ട് പുറത്തു വരുന്നതാണ്. കോടതി പറഞ്ഞ് ഞങ്ങൾക്കിതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷെ സർക്കാർ ഒരു കാര്യം ചെയ്യണം, നിയമപരമായും ധാർമ്മികപരമായും സംഘർഷാവസ്ഥ ഉണ്ടാകാത്ത രീതിയിൽ പ്രതിനിധികളെ അയക്കണം. ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോഴല്ല
കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതിനിധികളും സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധികളും ഈ ലോകത്തിലെ ക്രൈസ്തവ സഭ മുഴുവനെയും, ക്രൈസ്തവ സഭ എന്ന് നാം പറയുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സഭകളെ ഉദ്ദേശമല്ല. അവർ പൗരോഹിത്യത്തിനൊക്കെ എതിരാണല്ലോ. മറ്റു സഭകളിൽ നിന്നൊക്കെയും പ്രതിനിധികൾ വന്ന് സംബന്ധിക്കുന്നുണ്ട്. കൂടുതൽ പ്രതിനിധികൾ, ഇത്രയും പ്രതിനിധികളെ സംബന്ധിച്ച് ഒരു വാഴ്ച ഉണ്ടായിട്ടില്ല. IOC-ക്കാർ വെല്ലുവിളിക്കും തോറും മറ്റ് സഭകളുടെ പ്രതിനിധികൾ കൂടുതൽ വന്ന് സംബന്ധിക്കാണ്, കൂടുതൽ ആളുകൾ വന്ന് സംബന്ധിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടില്ലേ, സത്യസഭ യാക്കോബായ സഭയാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളികളൊക്കെ നിർത്തി പറ്റുമെങ്കിൽ കാതോലിക്ക വാഴ്ചയെ സംബന്ധിച്ച് 2 സഭകളായിട്ട് പിരിഞ്ഞ് സമാധാനത്തോടെ വർത്തിക്കാനാണ് സാധിക്കുന്നത്. ഒരു ശാശ്വത സമാധാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ പ്രത്യാശയും അതിൽ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. അത് അഭിവന്യ തെയോഫിലോസ് തിരുമേനിയോട് തിരുമേനിയോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സഭയുടെ ഭാവി എന്താണെന്ന് ചിന്തിക്കണം. അത് കാലക്രമേണ ക്ഷയിച്ച് വരുള്ളൂ തിരുമേനി, ഒരു സംശയമില്ല. ഒരു പൂർവിക തലവനോ ഒരു പൂർവിക പിൻഗാമിയോ ഒന്നുമില്ലാത്ത ഒരു സഭയാണ്. സ്വതന്ത്ര സഭയാണ്, ആർക്കും സഭയുണ്ടാക്കാം. അതിനകത്ത് താത്വികമായിട്ട് എന്താ അടിസ്ഥാനമുണ്ട് അതിന്, വിശ്വാസ സംബന്ധമായിട്ട് എന്താ അടിസ്ഥാനമുണ്ട് അതിന്. ചുമ്മാ കുറേ ആളുകളോട് ഒരു സഭ ഉണ്ടാക്കിയാലും വലിയ കാര്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും തെറ്റുകൾ തിരുത്തി തെയോഫിലോസ് അഭിനന്ദനെ തെയോഫിലോസിന് വേണ്ടി പറയുന്ന പോലെ കേസിൽ ജനിച്ച് കേസിൽ ജീവിച്ച് കേസിൽ മരിക്കണം. അപ്പോൾ തെറ്റിൽ ജനിച്ച് തെറ്റിൽ ജീവിച്ച് തെറ്റിൽ ആ സഭ മരിക്കാനിടയാണ്. ഞാൻ ഇതോടെ പറയും, പാതാള ഗോപുരങ്ങൾ എപ്പോഴും നിങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ആ പാതാള ഗോപുരങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ്. സത്യവിശ്വാസം ചെയ്യുക. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ.